ഹായ് ഇറ്റ്സ് മീ ഹഫ്സ. ഇന്നത്തെ നോമ്പൂറ് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം തന്നെ വരുന്നത് ബീഫ് മസാലയാണ്. ഈ ബീഫ് മസാല ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഒന്നുമില്ല, ചെറുതായി ഉള്ളി മുറിച്ചത്, അതിൻ്റെ അകത്ത് ഉള്ളി വാടുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി മുളക് പേസ്റ്റ്, പിന്നെ നമ്മൾ ഗരം മസാല, ഇച്ചിരി കുരുമുളക്, അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വന്തം ബീഫ് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്ത രൂപത്തിലാക്കിയിട്ട് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ മസാല നമുക്ക് റെഡിയാവും. പിന്നെ നമ്മൾ ഇഡ്ഡലി തട്ടിലാക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ട അരവ് എന്ന് പറയുന്നത് നേരിയരിൻ്റെ പൊതിർത്തി വെച്ചിട്ട് അത് അരച്ച് അതിൻ്റെ കൂടെ തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് ഇതിൻ്റെ അരവ് വരുന്നത്. ഏതൊരു നല്ല ലൂസ് ടൈപ്പിലാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ച് അതിൻ്റെ അകത്ത് വീണ്ടും മസാല ഇടുക. അങ്ങനെയാണ് ആക്കേണ്ടത്. നല്ല സിമ്പിളല്ലേ ഇത്? മെച്ചിക്കുട്ടിനെ കാണാത്തതിൻ്റെ പേരിൽ പുറത്ത് നോക്കുമ്പോൾ മെച്ചിക്കുട്ടി നല്ല അടിപൊളിയായിട്ട് പാർക്കിലൊക്കെ ഉണ്ടാകുന്നത് പോലെ ആ ഒരു ലെവലിലാക്കിയിട്ട് എൻ്റെ ഷാളൊക്കെ എടുത്തിട്ട് കളിക്കുകയാണ്. നോമ്പില്ല, അപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ടെന്ന്. പിന്നെ വരുന്നത് നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. നമ്മൾ മോമോസ് ടൈപ്പാണ്. അതായത് സാധാ നമ്മൾ സമൂസൊക്കെ ഉണ്ടാക്കുന്ന മാവിൽ ആ ഒരു മാവിലാണ് ഈ മോമോസിൻ്റെ മാവാക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെ മോമോസിനും നമ്മൾ ഉള്ളിൽ ഫില്ലിങ് വെച്ചത് നേരത്തെ നമ്മൾ ബീഫ് മസാല ആക്കിയില്ലേ, അത് തന്നെയാണ്. പറഞ്ഞില്ലേ, തട്ടിക്കൂട്ടി വെരി സിമ്പിളാക്കിയിട്ടാക്കിയതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ അതിൻ്റെ സോസാക്കി, സോസ് തട്ടിക്കൂട്ടിയല്ല, സോസ് സാധാ നമ്മൾ മോമോസിനാക്കുന്ന ടൈപ്പ് ഉള്ളിയും തക്കാളിയും ഒക്കെ വാട്ടി ആ ഒരു ടൈപ്പില്ലേ, അതാണ് ആക്കിയത്. പിന്നെ നോമ്പ് തുറൻ്റെ സമയമായി, അങ്ങനെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ടുള്ളത് ബത്തക്ക, ആപ്പിൾ, പൈനാപ്പിൾ, പിന്നെ സപ്പോട്ട, പിന്നെ കുറച്ച് ഈത്തപ്പഴം. നമ്മളിന്ന് ജ്യൂസായിട്ട് എടുത്തത് ആപ്പിൾ ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യാനെല്ലാം കുറച്ച് സമയം ലേറ്റ് ആയിട്ടുണ്ടായിന്. അതുകൊണ്ട് ആ ഒരു ടൈം ഭയങ്കര ഒരു ബിസി ആയിട്ടുണ്ടായിന്. നിങ്ങളിതുപോലെ ചില നോമ്പ് തുറക്കുന്ന സമയങ്ങളിൽ വല്ലാണ്ടൊരു പഠിച്ച് പാന് കളിക്കുന്ന ആ ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് ആവാറുണ്ടോ? ഇന്നലെ നോമ്പ് തുറ അങ്ങനെയായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഈ മോമോസിൻ്റെ ചട്നിയൊന്നും വെച്ചതായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയാണ് നമ്മൾ ചട്നിയെല്ലാം വെച്ചത്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ നോമ്പ് തുറ. അങ്ങനെ അൽഹംദുലില്ലാ നല്ല രീതിയിൽ നോമ്പ് തുറന്ന് കഴിഞ്ഞു. പിന്നെ രാത്രിത്തെ നമുക്ക് ഫുഡായിട്ട് വരുന്നത് നല്ല സോഫ്റ്റി ആയിട്ടുള്ള അരിപ്പത്തലും നല്ല ബീഫ് കറിയാണ്. നല്ല പത്തൽ നമ്മൾ കണ്ണൂർക്കാർക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചുടാൻ പറ്റുന്നതാണ് ഈ ഒരു പത്തൽ. ബീഫ് കറി നല്ല ടേസ്റ്റോടെ അടിപൊളിയായിട്ടുണ്ടായിന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റാഹത്തായി. അതിന് ശേഷമാണ് നമ്മൾ കച്ചി കഴിക്കാൻ പോയിട്ടുണ്ടായിന്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിന് ഒരു ഷോർട്സ് ആയിട്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.